When the central government or the state government who finds any animal which is so diseased that it can spread the disease in order to control such disease, and if the registered veterinary practitioner certifies that the animal is mortally injured or so severely injured or in such a physical condition that it shall be cruel to keep it alive. അപ്പോൾ യുത്തനേസ്യ അനുവദനീയമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ യുത്തനേസ്യയ്ക്ക് ദയാവധത്തിന് വിധേയമാക്കാനുള്ള ഒരു പ്രൊവിഷൻ സെക്ഷൻ 8A പ്രകാരം അത് ഉപയോഗപ്പെടുത്തും. നമസ്കാരം. തെരുവ് നായ്ക്കൾ മനുഷ്യനെ കടിച്ചു കീറിയ വാർത്ത കേൾക്കാത്ത ഒരു ദിവസം പോലുമില്ല. ഈ വർഷം ഇതുവരെ 2 ലക്ഷത്തോളം പേർക്കാണ് നായയുടെ കടിയേറ്റത്. വാക്സിൻ എടുത്തിട്ടും 20 പേർ പേ വിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങി. സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികളെ പേപ്പട്ടികൾ വേട്ടയാടുന്ന എത്ര ദൃശ്യങ്ങൾ. ഇരുചക്ര വാഹനക്കാർക്കും കെണിയൊരുക്കി കാത്തിരിക്കുന്നത് തെരുവ് പട്ടികൾ. മലയോരത്ത് വന്യജീവികളും നാട്ടിൽ തെരുവ് പട്ടികളും ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ ആരും അറിയാതെ ചോദിച്ചു പോകും, മനുഷ്യജീവൻ ഇവിടെ വിലയില്ലേ എന്ന്. രോഗബാധിതരായ തെരുവ് നായകളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധം ചെയ്യാനുള്ള സാഹചര്യം പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ നീക്കം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കേരളം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് ദയാവധം പരിഹാരമാകുമോ? തെരുവുനായ നിയന്ത്രണ ലക്ഷ്യം കാണാത്തത് എന്തുകൊണ്ടാണ്? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ജോസ് മാവേലി, സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീമതി ലത, പീപ്പിൾ ഫോർ ആനിമൽസ് പ്രതിനിധി, ഡോക്ടർ കിഷോർ കുമാർ, വെറ്റിനറി സർജൻ, രാജു വാഴക്കാല, വിവരാവകാശ പ്രവർത്തകൻ എന്നിവരാണ് ചേരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ജോസ് മാവേലി, വലിയ അതിരൂക്ഷമായ, കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന അതിരൂക്ഷമായ ഒരു പ്രശ്നമായി തെരുവുനായ ശല്യം മാറിയിരിക്കുകയാണ്. പല കോണിൽ നിന്നും ഇതിനെതിരെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് നിലവിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെരുവ് നായകളിലെ ഏറ്റവും രോഗബാധിതരായ, ഏറ്റവും വയലന്റ് ആയിട്ടുള്ള നായകളെ കൊല്ലാനുള്ള, ദയാവധം ചെയ്യാനുള്ള ഒരു തീരുമാനം, അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിനുള്ള പരിപാടികൾ അത് ഊർജിതപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഇടപെടലുകൾ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ദയാവധം നടപ്പാക്കാനുള്ള നീക്കം ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമോ? തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് സാറിനും ഒരു ബിഗ് സല്യൂട്ട്. ഇവിടെ ഇതിനകത്ത് ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. കാരണം അസുഖമുള്ള തെരുവ് നായ്ക്കളെ കൊല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരു സർവേ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ 50% തെരുവ് നായ്ക്കൾക്കും പേവിഷബാധയുണ്ട്. അപ്പോൾ പേവിഷബാധ ഏറ്റ തെരുവ് നായ്ക്കളെ നമുക്ക് ദയാവധത്തിന് വിധേയമാക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുകയാണ്. അസുഖം എന്ന് പറയുന്നത് ചിലപ്പോൾ മുറിവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി ഇടിച്ചു, അതല്ല അസുഖം എന്ന് പറയുന്നത്. അസുഖം എന്ന് പറയുന്നത് പേപ്പട്ടിയാണോ എന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, ഡോക്ടർ കിഷോറിൻ്റെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് വേണം. കിഷോർ സാറിൻ്റെ ഞാൻ പറയുന്നത്, ഇതൊരു മൂവ്മെൻ്റ് ആക്കിയിട്ട് കേരളത്തെ ഒരു മാതൃകാ സംസ്ഥാനമാക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം 99% ആളുകളുടെ അഭിപ്രായം തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണമെന്നാണ്. 2001 വരെ നമ്മൾ തെരുവ് നായ്ക്കളെ കൊന്നിരുന്നു. പഞ്ചായത്തുകൾക്ക് വെറും 50 രൂപയാണ് അന്ന് 50 രൂപയാണ് പഞ്ചായത്തുകൾ ഒരു പട്ടിയെ കൊന്നാലും കൊടുക്കുന്നത്. അത്ര ഈസി ആയിരുന്നു. പിന്നീടാണ് 2001 മുതൽ ഈ നായസ്നേഹികളും കുറേ എന്താ പറയുക, ഒരു പേവിഷബാധ മരുന്ന് കമ്പനി ലോബികളും ചേർന്ന് സുപ്രീം കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചു എന്ന് പറയുന്നത്.
ആ വിധിയിൽ തെരുവുനായ്ക്കളെ കൊന്നാൽ ശിക്ഷാർഹമാണ്. ഇപ്പം എൻ്റെ പേരിൽ ഞാൻ തെരുവുനായ്ക്കൾക്കെതിരെ 2015 മുതൽ ഞാൻ ഇറങ്ങി തിരിച്ച ആളാണ്. 20ഓളം കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും തെരുവുനായ്ക്കൾ മനുഷ്യനെ കടിച്ചു കയറുമ്പോൾ, ഈ പേപ്പട്ടികൾ കടിച്ചു കയറുമ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദം ഉയർത്തുകയും നാട്ടുകാർ കൂടി ഈ പേപ്പട്ടികളെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ പേരിൽ എൻ്റെ 20ഓളം കേസുണ്ട്. അത് പോട്ടെ, ഇപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഇതൊരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ ജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം മുന്നോട്ട് വരണം. ഇവിടെ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ ഒരു ജനകീയ മുന്നേറ്റം ഓരോ പഞ്ചായത്തുകളും വേണം. അവിടെ ഒരു ജനകീയ വികസന, ഒരു ജനകീയ സമിതി വേണം. തെരുവുനായ്ക്കെതിരെ ഒരു ജനകീയ സമിതി ഉണ്ടാക്കിയിട്ട് ഓരോ തദ്ദേശ സ്വയംഭരണയിലുള്ള തെരുവുനായ്ക്കളെ അവർ തന്നെ പേവിഷം ഉണ്ടോ, അത് നല്ലതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് തൽക്കാലം ദയാവാദം ചെയ്യണം. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒരു സംഭവം പറയുന്നത് എന്താണ്, വാക്സിനേഷനാണ്. അതുപോലെ ABC റൂള്, അതൊക്കെ വെറും പാഴ്വേലയാണ്. ഇപ്പൊ എത്രയും കോടി രൂപ ഇതിനോട് ചെലവഴിക്കുക നടക്കുമോ? അത് വെറും വേസ്റ്റ്. തെരുവുനായ്ക്കളെ കൊന്ന് പ്രശ്നപരിഹാരം കാണണം എന്ന് പറയുന്നവരെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ആശ്വാസകരമാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താൻ നീക്കം നടത്തുന്നത്. അത് അവർ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വരാം, നമുക്ക് മറ്റ് അതിഥികളുമുണ്ടല്ലോ, താങ്കളിലേക്ക് വരാം. ഡോക്ടർ കിഷോർ, പല വിധത്തിലുള്ള മാർഗങ്ങൾ തെരുവുനായ ശല്യം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും യോജിച്ചത് അല്ലെങ്കിൽ ഏറ്റവും നടപ്പാക്കാൻ സാധ്യമായിട്ടുള്ളത്, ഫലവത്ത് എന്നൊക്കെ വിലയിരുത്തുന്നത് ഈ വന്ധ്യംകരണമാണ്. അത് നടപ്പാക്കുക എന്നതായിരുന്നു നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞു വന്നത്. പക്ഷേ അത് ഒരു ഘട്ടത്തിലും കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ അതിരൂക്ഷമായ ഒരു പ്രശ്നമായി കേരളത്തിന്റെ സാഹചര്യത്തിൽ തെരുവുനായകളുടെ ശല്യം മാറിയിരിക്കുകയാണ്. അവിടെ സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രോഗബാധിതരായ തെരുവുനായികളെ കൊല്ലുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഈ വലിയ പ്രശ്നത്തിന് അടിയന്തരമായി ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയുമോ? ഇതിപ്പം ഈ ഒരു ചർച്ച ബഹുമാനപ്പെട്ട ജോസ് മാവേലിയും അദ്ദേഹമൊക്കെ ആയിട്ട് ഞങ്ങള് ഈ ചർച്ച തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2015 മുതൽ ഞാൻ സ്ഥിരമായിട്ട് തെരുവുനായ പ്രശ്നം വരുമ്പോൾ ചർച്ചയിൽ വരുന്നൊരു വെറ്റിനറി ഡോക്ടറാണ്. കാരണം ഞാൻ തെരുവുനായകളിൽ 4-5 വർഷം ഡയറക്റ്റ് ആയിട്ടും പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ഒരു ചർച്ചയിൽ വരുന്നത്. അന്ന് മുതൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. ഇന്ന ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി റൂൾസിലുള്ളതാണ്. അത് 2023 അമെൻഡ് ചെയ്ത ABC റൂൾസിൽ ഇതുപോലെ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് യൂത്തനൈസ് ചെയ്യേണ്ടതെന്നും. അതൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടാണ് യൂത്തനൈസ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിത് പ്രകടമായി നാളെ മുതൽ കാണുന്ന എല്ലാ ഡോഗിനെയും പിടിച്ച് യൂത്തനൈസ് ചെയ്യാന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമൊന്നും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിനറി ഡോക്ടർമാർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റവും വെറ്റിനറി ഡോക്ടർമാരാണ് ഇതിനകത്ത് ലയബിൾ ആയിട്ട് ഓർഡർ കൊടുക്കും വെറ്റിനറി ഡോക്ടർക്ക്. അത് വെറ്റിനറി ഡോക്ടറുടെ ലൈസൻസിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഡോഗിനെ അല്ല അവര് യൂത്തനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വെറ്റിനറി ഡോക്ടറെ തന്നെയാണ്. അതുകൊണ്ട് വെറ്റിനറി ഡോക്ടർമാര് എപ്പോഴും അത് യൂത്തനൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. യൂത്തനൈഷ്യ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമൊന്നുമല്ല. ദയാവധം നടത്തേണ്ട ഒരു ഡോഗിലോ ക്യാറ്റിലോ അല്ലെങ്കിൽ ഏത് മൃഗത്തിലും ദയാവധം നൽകാനുള്ള അധികാരം വെറ്റിനറി ഡോക്ടർക്ക് നമ്മൾ ഡിഗ്രി എടുക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്നതാണ്. അത് ഉപയോഗപ്പെടുത്താം. ഇത് ശരിക്കും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് പലയിടത്തും വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് റേബിഡ് ഡോഗ്സ് എന്ന് പറയുന്നത് 50% എന്നൊക്കെ പറയുന്നത് ഇല്ല. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എല്ലാവരും തീരേണ്ട സമയമായി. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഡോഗ്സിലെ ഈ രോഗം ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ഡോഗിന് റേബീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ രോഗത്തിന്റെ പ്രത്യേകത കൊണ്ട് കാരണം മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ABC റൂൾസിന്റെ നമ്മളൊരു നിയമമുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ആ നിയമം പാലിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാസ് കള്ളിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസ് മൂവ്മെന്റ് ഒന്നും ഈ ഒരു നിർദ്ദേശം വന്നെന്നോർത്തും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ആശാവഹമായിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ല. അതിനകത്ത് വളരെ ചെറിയൊരു നമ്പർ ഓഫ് ഡോഗ്സിനെ മാത്രമേ നമുക്ക് അതിനെ വളരെ സ്ക്രീനിങ്ങിന് ശേഷം എലിമിനേറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ദയാവിധത്തിന് ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വലിയ അതിരൂക്ഷമായ പ്രശ്നമാണ്. അത് ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിവസവും വരുന്ന വാർത്തകളാകുന്ന കാര്യം മാത്രമാണ്. അത് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജനങ്ങളെ സംബന്ധിച്ച്.
ഓരോ സ്ഥലത്ത് ഈ തെരുവ് നായ ഒരു തെരുവ് നായയൊക്കെ 10-20 പേരെ നിരത്തി കടിച്ചിട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത്രമാത്രം സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഓടുന്ന എത്ര ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അത്ര രൂക്ഷമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ സാഹചര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. അവിടെ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് കരുതി സ്വീകരിക്കാവുന്ന ഒരു നടപടിയല്ല ഇത് എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആശാഭമായിട്ടുള്ള, ഉറപ്പായിട്ടും ഗവൺമെന്റ് ഇതിനകത്തേക്ക് മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചു എന്നുള്ളത് ഉറപ്പായിട്ടും അത് പ്രശംസനീയമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ് നാളെ മുതൽ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ളതിനകത്ത് ഒരിക്കലും അതിനകത്ത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ പല ഏരിയാസ് ഉണ്ട്. അതായത് നമ്മൾ ഈ തെരുവുനായ പ്രശ്നം പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും സംസാരിക്കുക. ഒന്ന് കൊല്ലുക, 2 ABC ചെയ്യുക. നമുക്ക് വേറെ ഇതിന് ചെയ്യാവുന്ന എക്സ്ട്രീംലി നല്ലപോലെ ചെയ്യാവുന്ന 2 മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും സംസാരിക്കാറേയില്ല. വളരെ ഈസിയാണ്. ഈ ദയാവധം ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഡോഗിനെ പിടിച്ച് കൊണ്ടുവന്ന് IV ലൈൻ ഇട്ട് അതിന് ആദ്യം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് തയപെൻഡോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് കുത്തിവെച്ച് മരണം വെറ്റിനറി ഡോക്ടർ ഉറപ്പാണ്. പ്രോസസ് എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനെ വിഷം കൊടുത്തു കൊല്ലുന്ന ദയാവധം ഒന്നുമല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ടെക്നിക്കലി. അതുപോലെ തന്നെ സൂക്കോൾ എന്ന് പറഞ്ഞ് മരുന്ന് കുത്തിവെച്ച് അല്ലെങ്കിൽ സൈനൈഡ് കുത്തിവെച്ച് കൊല്ലുന്ന പഴയ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വ്യക്തമായി കോർട്ടിൽ എതിർക്കപ്പെടുകയും ഇതിനെതിരെ വളരെ ബലവത്തായിട്ടുള്ള ഓർഡർ നിമിഷങ്ങൾക്കുള്ളിൽ ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോവാതിരിക്കുകയോ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാത്ത 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വളർത്തു നായ്ക്കളുടെ ലൈസൻസിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത്, പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അത് ഇതുവരെ ബലവത്തായി നമ്മുടെ കേരളത്തിൽ നടപ്പാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട്, ഹൈപ്പോത്തറ്റിക്കലാണ്, ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഒരു സോഷ്യോ എക്കണോമിക്കലി നമ്മുടെ രാജ്യം പയ്യെ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ എന്നും എനിക്ക് പേഴ്സണലായി അറിയാം. പക്ഷെ എന്നാലും എൻ്റെ വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ വേസ്റ്റ് ആണ് ഈ ഡോഗ്സിനെ വളർത്തുന്നത്. അത് കട്ട് ചെയ്യാത്തിടത്തോളം കാലം നമ്മളെ പെറ്റുപെരുക തന്നെ ചെയ്യും. സോ എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഇവരെ നിർത്തലാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കലി ആണ് കേട്ടോ. കാരണം എനിക്കറിയാം കേരളത്തിൽ ജീവിച്ച് ഞാനിപ്പോ പുറത്താണ്, പക്ഷെ കേരളത്തിൽ എനിക്കറിയാം കേരളത്തിലെ സ്ട്രീറ്റിന്റെ സിറ്റുവേഷൻ, എത്രമാത്രം ഫുഡ് പുറത്ത് അവൈലബിൾ ആണെന്നുള്ളത്. നമുക്ക് അതിനകത്തേക്ക് ഒരു 10% ഫുഡ് അല്ലെങ്കിൽ ഒരു 25% ഫുഡ് ഈ തെരുവുനായ്ക്ക് കിട്ടുന്നത് നമുക്ക് ഒരു വർഷം കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മെഷേഴ്സിനേക്കാളും ഏറ്റവും നല്ല മെഷറായിരിക്കും. ഡിസ്കഷനിൽ വരുന്നില്ല എന്നുള്ളത് എന്നെ പലപ്പോഴും ഒരു ടെക്നിക്കൽ പേഴ്സൺ അതിനകത്ത് വർക്ക് ചെയ്തെന്നുള്ള രീതിയിൽ എനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ചർച്ച ചെയ്യാറേയില്ല. തീർച്ചയായും കഴിഞ്ഞ തവണകളിൽ നമ്മൾക്കറിയാം ഒരു ഇടവേള എന്ന നിലയിൽ നമ്മൾ ഈ വിഷയം പലപ്പോഴും ചർച്ചയാക്കുന്നത്. അപ്പോഴൊക്കെ ഈ ഒരു കാര്യം ഉയർന്നു വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ കിഷോർ തന്നെ ഇതിനു മുമ്പും ഇത് വലിയ ലേഖനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളതാണ്. എല്ലാവരുടെയും, അധികൃതരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ അത് പലകുറി പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും സാധ്യമായിട്ടില്ല. നമ്മൾ ഈ ദുരന്തം ഇങ്ങനെ നേരിട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ദിവസവും എന്നതാണ് സാഹചര്യം. നമുക്കൊപ്പം ലത കൂടി ചേരുകയാണ്. ശ്രീമതി ലത, ഈ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള മൃഗസ്നേഹികൾ സർക്കാരിനെ പിന്നോട്ട് വലിക്കും. അതാണ് കണ്ടുവരുന്നത്. അതിപ്പോൾ വന്ധ്യംകരണ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം സർക്കാരിന് അതിന് വേണ്ടുന്ന സാധ്യമായ മനുഷ്യവിഭവശേഷിയോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ കണ്ടു, അതുപോലും നിർത്തിവെക്കേണ്ടുന്ന അല്ലെങ്കിൽ ശരിയാവണ്ണം മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ ദയാവധമെന്നാണ് ഒരു നിർദ്ദേശം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് നിയമത്തിൽ പറയുന്ന കാര്യം തന്നെ അത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം പലപ്പോഴും ഈ വയലൻ്റായി ആക്രമണം നടത്തുന്നത് ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ രോഗബാധിതനായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നായകളാണ് എന്നത് പല അവസരങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മൃഗസ്നേഹികളാണ് എന്ന് കരുതി ഏതെങ്കിലും തരത്തിൽ എതിർക്കേണ്ടുന്ന വിഷയമായി മാറുന്നുണ്ടോ? ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിയെ, അത് മനുഷ്യനായാൽ പോലും മേഴ്സി കില്ലിംഗ്, യൂത്തനേഷ്യ അതൊരു മാർഗമാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ എതിർക്കേണ്ടുന്ന കാര്യമുണ്ടോ?
ദയാവധം ഇൻ പ്രിൻസിപ്പിൾ ഞങ്ങൾ എതിർക്കുന്നില്ല. അത് ദയാവധം ചെയ്യേണ്ട കേസുകളിൽ ദയാവധം ചെയ്യണം. അതിന് പ്രത്യേകമായിട്ട് പ്രോട്ടോകോൾസും ഒക്കെ സെൻട്രൽ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഏത് സിറ്റുവേഷനിലാണ് ഒരു നായയെ അല്ലെങ്കിൽ ഏത് ജീവിയാണെങ്കിലും ജനറൽ ആയിട്ടുള്ള കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. യൂത്തനേസിയ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് തന്നെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുണ്ട്. അത് എല്ലാ ജീവികൾക്കും ബാധകമാണ്. അതുകൂടാതെ ABC റൂൾസ് പ്രകാരം യൂത്തനേസിയ ഏതൊക്കെ സിറ്റുവേഷനിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ കൺട്രോൾ മെഷറായിട്ട് ദയാവധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദയാവധം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് മോർട്ടലി ഇഞ്ചേർഡ് അല്ലെങ്കിൽ ഫേറ്റലി ഇല്ലായിട്ടുള്ള, അതായത് നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖങ്ങളുള്ളവരെയാണ് നമ്മൾ ദയാവധത്തിന് വിധേയമാക്കുന്നത്. അതാണ് നിയമപ്രകാരം ചെയ്യുന്നത്. അതിനകത്ത് റേബീസ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം റേബിഡ് ഡോഗ്സിനെ പോലും ക്വാറന്റൈൻ ചെയ്തിട്ട് അവർ മരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അവരുടെ ബോഡി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിന് റേബീസ് ആയിരുന്നോ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം എന്നാണ്. അത് വെറുതെ ഒരു പ്രൊസീജിയറിന് വേണ്ടി പറയുന്നതല്ല. അത് എത്രമാത്രം റേബീസ് ഉണ്ടെന്നും പിന്നെ ഇത് ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അത് റേബീസ് ആണോ എന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന പ്രതിരോധ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഞാൻ കിഷോർ സാറ് പറഞ്ഞതിൽ ഏകദേശം ഒരു 90% യോജിക്കുകയാണ്. പക്ഷേ ഇവിടെ ജോസ് മാവേലി സാറ് പറഞ്ഞു 2001 വരെ നമ്മൾ ഈസി ആയിട്ട് നായ്ക്കളെ കൊന്നുകൊണ്ടിരുന്നു. ഓക്കെ, ഈസി ആയിട്ട് നമ്മൾ നായ്ക്കളെ കൊന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് റേബീസ് ഇതിലും കൂടുതലുണ്ടായിരുന്നു, റേബീസ് മരണങ്ങൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? പോട്ടെ, കോവിഡിൻ്റെ സമയത്ത് നമ്മൾ തെരുവുനായ കടിച്ച് ധാരാളം ആളുകൾ നമ്മളുടെ എല്ലാ ആശുപത്രികളിലും വരുന്നുണ്ടെന്ന് പറയുന്നു. ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം തെരുവുനായ കടിയെന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന നമ്പർ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് സമയത്ത് ആളുകൾ വെളിയിലില്ലായിരുന്ന സമയത്ത് നമ്പർ ഓഫ് ബൈറ്റ്സ് ഒട്ടും കുറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒന്നിൽ നമ്മുടെ ഡേറ്റയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ കടി എന്ന് പറയുന്നത് ഒരു വലിയ ശതമാനം വരെ നമ്മുടെ ഡൊമസ്റ്റിക് ഡോഗ്സിൻ്റെ കടിയേറ്റ് ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്നതാണ്. പക്ഷേ അതിനൊരു സെപ്പറേഷൻ, അതിന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോഴും അതിനൊരു സെപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാം തെരുവുനായയുടെ തലയിൽ പോവുകയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് പറയാനുള്ളത് ഈ ABC എന്ന് പറഞ്ഞ ഒരു നിയമം മൃഗസ്നേഹികൾ സൃഷ്ടിച്ച ഒരു സംഭവമല്ല. ഇത് കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് അനുസരിച്ച് സയൻറ്റിഫിക്കായിട്ട് നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ ക്ലൈമറ്റിൽ ഈ നായ്ക്കളെ കൊന്ന് നശിപ്പിക്കുന്നത് എളുപ്പമല്ലെന്നും അവരെ ഹെൽത്തി ആയിട്ട് വാക്സിനേറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് റീറ്റെയിൻ ചെയ്ത് ഗ്രാജുവലി അതിൻ്റെ നമ്പേഴ്സ് കുറച്ചുകൊണ്ട് വരുന്നതാണ് നല്ലതെന്നും മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു നിയമമാണ് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ നായസ്നേഹികളും പിന്നെ വാക്സിൻ ലോബിയും കൂടെ ഉണ്ടാക്കിയതല്ല ഇത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ താരതമ്യ പഠനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. എല്ലായിടത്തും ഇപ്പോൾ ABC തന്നെയാണ്, ABCയിലേക്ക് തന്നെ, അതായത് സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ, സർവെയിലൻസ്, ഈ 3 കാര്യങ്ങളാണ് റേബീസ് കൺട്രോളിന് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളെ പോലെ ക്ലൈമറ്റുള്ള വേറൊരു രാജ്യം എടുത്തു നോക്കാം, പാകിസ്ഥാനിൽ കള്ളിങ് ആണ് നടക്കുന്നത്. അവിടെ റേബീസ് നമ്മളെക്കാട്ടിലും കൂടുതലുണ്ട്. ചൈനയിൽ ആളുകൾ നായ്ക്കളെ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ അവിടെയും റേബീസ് നമ്മളുടെ അത്രയും തന്നെ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അതൊക്കെ പഠിച്ചിട്ടാണ് WHO ഇങ്ങനെ ഒരു സജഷൻ വെച്ചത്. അതായത് നമ്മളുടെ ട്രോപ്പിക്കൽ കൺട്രീസിൽ നമ്മളുടെ ക്ലൈമറ്റും നമ്മളുടെ സിറ്റുവേഷനും നമ്മളുടെ കൾച്ചർ അനുസരിച്ച് ഈ ഡോഗ്സിൻ്റെ റേബീസ് കൺട്രോൾ വേണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അതായത് ബർത്ത് കൺട്രോൾ, വാക്സിനേഷൻ, പിന്നെ റേബീസ് സർവെയിലൻസ്, അതായത് ബിഹേവിയറൽ ചേഞ്ചസ് ഉള്ള നായ്ക്കളെ മാറ്റി നിരീക്ഷിച്ച ശേഷം റേബീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് സൂക്ഷിക്കൽ, അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പിന്നെ പാർഷ്യലി ഷെൽട്ടറിങ് ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഫീഡിങ്ങും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ കിഷോർ പറഞ്ഞു നമ്മൾ ഫീഡിങ് കംപ്ലീറ്റ്, അതായത് ഫുഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ തെരുവുനായ ശല്യം വളരെയധികം കുറയുന്നു. ഫുഡ് വിത്ഡ്രോ ചെയ്യുന്നതിന് വേറൊരു ഡേഞ്ചറുണ്ട്. അതായത് ഈ ഫുഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് മിക്കവാറും കുട്ടികളുടെ നേരെയുള്ള അറ്റാക്സ്. നമ്മളുടെ ഞാൻ 25 വർഷമായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
പലപ്പോഴും ഫുഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ നായ്ക്കൾ പലരെയും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം അതേസമയം ഫീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫീഡ് ചെയ്യുന്ന ആൾക്കാർ, ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ആനിമൽസ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുകയും അവരെ ഈ ഫീഡേഴ്സ് തന്നെ കൊണ്ടുപോയി വാക്സിനേറ്റ് ചെയ്യുകയും സ്റ്റെറിലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും ഒരു സപ്പോർട്ടും ഒരിടത്തുനിന്നും കിട്ടാറില്ല. അപ്പോൾ ശരിക്കും ഒരു സർവേലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും വെറ്റിനറി ഹോസ്പിറ്റൽസിനോടനുബന്ധിച്ച് ഒരു ചെറിയ ABC യൂണിറ്റും ഒരു 2-3 കെനൽസ്, അതായത് റേബീസ് സിംറ്റംസോ അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസോ കാണിക്കുന്ന ഡോഗ്സിനെ കൊണ്ടുവയ്ക്കാൻ വേണം. ഈ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ 5 കെനൽസ് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ റെഗുലറായിട്ടും ഇതുപോലെ ഏതെങ്കിലും നായ കടിച്ചോ അല്ലെങ്കിൽ വീട്ടിലുള്ള നായ്ക്കൾ തന്നെ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് കാണിച്ച് ആളുകളെ കടിക്കുമ്പോൾ നമ്മൾ അതിനെ കൊണ്ടുവച്ച് നോക്കിയിട്ട് അത് റേബീസ് ആണെങ്കിൽ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും. പിന്നെ അതുപോലെ എക്സസീവ് ആയിട്ടുള്ള ബ്രീഡിങ്, നമ്മളുടെ ഇവിടെ ബ്രീഡിംഗ് റൂൾസ് ഉണ്ട്, ബ്രീഡേഴ്സ് റൂൾസ് ഉണ്ട്. അത് പാലിക്കാറില്ല. ഞങ്ങളുടെ ഷെൽട്ടറിൽ മാത്രം ഇപ്പം 11 ലാബ്രഡോർസും 4 സ്പിറ്റ്സ്, അങ്ങനെ എല്ലാത്തരം എക്സോട്ടിക് ബ്രീഡ്സിലുള്ള ഡോഗ്സിനെയും കാണാം. ഇതിനെയെല്ലാം നാട്ടുകാർ വളർത്തിയ ശേഷം ഏതെങ്കിലും സിറ്റുവേഷനിൽ വളർത്താൻ പറ്റാത്തപ്പോൾ റോഡിലേക്ക് ഇറക്കി വിടുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ABC മാത്രം കൊണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ABC ചെയ്യണം, വാക്സിനേഷൻ ചെയ്യണം, നമ്മളുടെ വീട്ടിലുള്ള നായ്ക്കളെ പ്രോപ്പറായിട്ട് വാക്സിനേറ്റ് ചെയ്ത് മൈക്രോചിപ്പ് ചെയ്ത് റോഡിലേക്ക് എറിയുന്നവരെ പണിഷ് ചെയ്യണം. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളുടെ പോലത്തെ ഒരു രാജ്യത്ത് റേബീസ് കുറയുള്ളൂ. അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ട്. പക്ഷേ ഈ മേഴ്സി കില്ലിംഗ് എന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അത് നിയമപ്രകാരമാണ് എങ്കിൽ യൂത്തനേഷ്യക്ക് നിങ്ങൾ എതിരല്ല എന്നത് കൂടിയാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും എതിരല്ല എന്നല്ല, യൂത്തനേഷ്യ ഓരോ ഇൻഡിവിജ്വൽ കേസായിട്ട് എടുത്ത് ഓരോ ഇൻഡിവിജ്വൽ നായയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിന് അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നിയമപ്രകാരം നടന്നാൽ അതിനകത്ത് എതിർപ്പില്ല. അല്ലാതെ അതൊരു ഡ്രൈവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതായത് ഒരു മുനിസിപ്പാലിറ്റിക്കോ ഒരു പഞ്ചായത്തിനോ പോയിട്ട് ചുറ്റി നടന്ന് ഏതെങ്കിലും നായ സുഖമില്ലാതെ സ്ഥാപനങ്ങളെയാണ് മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇത് നടപ്പിൽ വരുത്താൻ. പക്ഷേ റേബീസിന്റെ സിംറ്റംസ് നമുക്ക് റേബീസ് ആണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഒരിക്കലും ഒരു ജീവനുള്ള നായയിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ കിഷോർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ സ്കിൻ ഡിസീസ് ഉള്ള ഒരു ഡോഗിനെ നമുക്ക് കൊണ്ടുപോയിട്ട് യൂത്തനൈസ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇതിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് ഡ്രൈവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഇൻഡിവിജ്വൽ കേസും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നോക്കിയ വെറ്റിനറി ഡോക്ടർ ഓഫ് കോഴ്സ് അതിൻ്റെ ഫസ്റ്റ് ലെവൽ നോക്കിയ ശേഷം ഇത് ശരിക്കും ഹെൽത്തി അല്ലാത്ത ഡോഗാണെന്നുള്ളത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചാൽ മാത്രമേ യൂത്തനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ രാജു വാഴക്കാല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജു വാഴക്കാല, കേരളം കഴിഞ്ഞ ദിവസം കണ്ട കണക്കുകൾ താങ്കൾക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കണക്കുകളാണ്. ഏതാണ്ട് 1,65,000 പേരെ 5 മാസത്തിനിടയിൽ തെരുവ് നായ കടിച്ചു, അതിൽ 17 പേർ മരിച്ചു തുടങ്ങിയ കണക്കുകളാണ്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ, താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ, അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് താങ്കളുടെ ഇടപെടൽ? എന്താണ് അധികൃതർ അതിനോട് പ്രതികരിക്കുന്ന രീതി? ഞാൻ ഈ ചർച്ചയിൽ മറ്റു പാനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ താമസിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ തെരുവുനായയുമായി ബന്ധപ്പെട്ടുള്ള തെരുവുനായുടെ ഉപദ്രവം ഏൽക്കുന്നവരെ കണക്കുകളൊക്കെ പൊതുസമൂഹത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെയാണ്. ഈ തെരുവുനായയുടെ കടിയേറ്റും മരണപ്പെടുന്നത് ഞാൻ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായ ഒരു ഇര എന്ന നിലയിൽ 3 പ്രാവശ്യം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞാൻ 2020 മുതൽ 20 ഡിസംബർ 31 വരെയുള്ള തെരുവുനായയുടെ ആക്രമണത്തിന് കണക്കെടുത്തപ്പോൾ ഏകദേശം 13 ലക്ഷം പേരായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തപ്പോഴാണ് 1,63,136 പേര് 5 മാസം കൊണ്ട് അതോടൊപ്പം തന്നെ 17 പേരും മരണപ്പെടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഞാനിപ്പോ അവസാനം ഇതിൽ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ മന്ത്രി ദയാവധത്തെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച. പക്ഷെ ദയാവധം ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പൊതുനിരത്തുകളിൽ കൂടി നടക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ വിഷയത്തെ കാണണം. കാറിൽ സഞ്ചരിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല.
രാവിലെ പത്രം ഇടാൻ പോകുന്നവര്, പാൽ വിതരണക്കാര്, നടക്കാൻ പോകുന്നവര്, ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരൊക്കെ ഈ തെരുവ് നായകളുടെ ആക്രമണത്തിൽ ഇരയാവുന്നത്. ഈ മിനിഞ്ഞാന്ന് മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ചാടി ആ ഓട്ടോറിക്ഷ മറിഞ്ഞ് ആ ഡ്രൈവർ മരണപ്പെട്ടു. ഈ 2 ദിവസം മുമ്പ് പത്തനംതിട്ടയിലും വഴി കൂടി നടന്നുപോയ ഒരു വയോധികയായ ഒരു അമ്മൂമ്മയെ അതിന്റെ വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ല, കടിച്ച് കീറുന്ന ഒരു അവസ്ഥയുണ്ട്. ആ പ്രദേശത്ത് ആരുമില്ലാതെ ഓടി വന്നപ്പോഴാണ് ആ പട്ടി ആ അമ്മൂമ്മേനെ ഇട്ടേച്ച് പോകുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പറഞ്ഞപ്പോ തായ്ലൻഡിൽ ഇപ്പോൾ ഒരു കുട്ടി തെരുവുനായുടെ കടിയേറ്റ് വിഷബാധയേറ്റ് മരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതൊക്കെ ഈ തെരുവുനായ സ്നേഹികളൊക്കെ കാണണം. അവരൊക്കെ ഇതിനു വേണ്ടി നടക്കുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഈ തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥരുടെയും തെരുവുനായ സ്നേഹികളുടെയൊക്കെ കണ്ണു തുറക്കുള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നതും മരണപ്പെടുന്നവർക്ക് സാധാരണക്കാരാണ്. ഒരു വലിയ ഉദ്യോഗസ്ഥനോ പ്രമാണിമാരോ കാറിൽ പോകുന്ന വൻകിടക്കാരോ ആരും ഇതിൽ പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇരയായിപ്പെട്ട് മരണപ്പെടുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും തിരിഞ്ഞു നോക്കാറില്ല. ഒരു കാര്യം ഞാൻ പറയാം, വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ട് ഒരാൾ മരണപ്പെട്ടാൽ എന്താണ് ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി? അവിടെ കേരളത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെത്തുന്നു, ജില്ലാ കളക്ടർ എത്തുന്നു, മന്ത്രിമാരെത്തുന്നു, അവർക്ക് 10 ലക്ഷം രൂപ ഉടനെ കൊടുക്കുന്നു. പിന്നെ ആ മരണപ്പെടുന്ന ഒരു വീട്ടിലെ ഒരാൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുന്നു. അത്രയും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആക്രമണമാണ് തെരുവുനായ ആക്രമണത്തിൽ ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. ഇവർക്ക് അപകടം പറ്റിയ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ കേരള സർക്കാർ സുപ്രീം കോടതി നിർദ്ദേശിച്ച തിരിച്ചറിയൽ കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഇപ്പൊ 7000-ലേറെ അപേക്ഷകൾ നഷ്ടപരിഹാരത്തിനായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ ഒരു കണക്കുണ്ടതില്ല. ഈ 43-ാമത്തെ റിപ്പോർട്ട് പ്രകാരം സിരിജകൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം കൊടുത്ത് എത്ര പേർക്കാണ് കേരളത്തിൽ? 31 പേർക്ക്. 44-ാമത്തെ റിപ്പോർട്ട് പ്രകാരം 12 പേർക്ക്. ഈ കണക്കുകൾ പരിശോധിക്കും ഒരുപാട് സമയം വേണ്ടി വരും. ഈ ഏകദേശം 1 ലക്ഷത്തിലേക്ക് താഴെയാണ് ഇവർക്കൊക്കെ വിതരണം ചെയ്തിരിക്കുന്നത്. ആ ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് എത്ര രൂപയാണ് ഈ സിരിജകൻ കമ്മിറ്റി അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പൊ എനിക്കൊരു 1-2 നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ളത്, ഇപ്പൊ ദയാവധത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ സാധാരണക്കാരായ തെരുവുനായകൾ ഇനിയും ആക്രമിക്കും. ഇന്നലെ പോലും ഞാൻ ഈ എറണാകുളത്ത് നടന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ പങ്കെടുക്കാൻ പോയപ്പോ എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മുമ്പിൽ വെച്ച് പട്ടിവട്ടം ചാടി. ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. അപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നില്ല, പട്ടണ പ്രദേശങ്ങളിൽ നിന്നില്ല, എല്ലാ സ്ഥലത്തും ഈ തെരുവുനായകൾ വളരെയേറെ കൂടുതലാണ്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ട്. അവരെയൊക്കെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ തെരുവുനായകളുടെ ആക്രമണത്തിൽ ഇരയായവരെ കൊണ്ട് കൊടുത്ത് പരിപാലിപ്പിക്കേണ്ടത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് സിരിജകൻ കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിട്ട് അവര് ആ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു മരണപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത്, അവരത് ചർച്ച ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. അതിലൊരു മാറ്റം വരണം. ഇപ്പൊ സിരിജകൻ കമ്മിറ്റി കേരളത്തിലുള്ള മുഴുവൻ അപേക്ഷകരും പരിശോധിച്ച് തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്ത് വെച്ചാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുന്ന ആ വ്യക്തിക്ക് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആ ഉടനെ കൂടുന്ന ജനറൽ കമ്മിറ്റിയിൽ ഇത് അജണ്ടയായി വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടണം. അത് മുതിർന്നവർക്കാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം, അതോടൊപ്പം പ്രായപൂർത്തിയാർക്കാണെങ്കിൽ ഇത്ര രൂപ നഷ്ടപരിഹാരം എന്ന രീതിയിൽ വെക്കുന്നതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി രൂപീകരണ സമയത്ത് എല്ലാ മേഖലകളിലേക്കും ഫണ്ട് വയ്ക്കുന്നത് ഈ തെരുവുനായകളുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നതിനായിട്ടൊരു വാർഷിക പദ്ധതിയുടെ ഒരു നിശ്ചിത ശതമാനം ഫണ്ട് വെച്ചില്ലെങ്കിൽ ഈ കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണം വർദ്ധിക്കും. അതുമൂലം മരണപ്പെടും. ഇതൊക്കെ ചെയ്യും. സാധാരണക്കാര് ഈ പറഞ്ഞ പോലെ മരണപ്പെടുകയും അവൻ ഒരാളും സഹായിക്കാനില്ലാത്തൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ അത് ആ ഒരു ഇടവര അതെ ദയാവാദത്തിൽ കൂടെയൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. നിങ്ങൾ ഓഫീസിലിരുന്നും കാറിലിരുന്നും സഞ്ചരിക്കുന്നവർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നടു റോഡിലൂടെ പോകുന്നവർക്ക് ഉണ്ടാവുന്ന ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ എല്ലാവർക്കും ഭീഷണി തന്നെയാണ്. ശ്രീ രാജു വാഴക്കാല, എല്ലാവർക്കും എല്ലായ്പ്പോഴും കാറിൽ മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ആ ഭീഷണി എല്ലാവരെയും സംബന്ധിച്ചുമുണ്ട്. കാറിൽ നിന്ന് എന്തായാലും പുറത്തിറങ്ങിയല്ലേ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അപ്പോ ആ ഭീഷണി എല്ലാവരെയും സംബന്ധിച്ചുള്ളതാണ്. നഗരമെന്നില്ല, ഗ്രാമമെന്നില്ല, എല്ലായിടത്തും ഉണ്ട് ആ പ്രശ്നം.
ഞാൻ തിരിച്ചെത്താം മറ്റ് അതിഥികളിലേക്ക് കൂടി ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജോസ് മാവേലി, എല്ലാ തെരുവ് നായ്ക്കളെ അങ്ങ് കൊന്നുകളഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമാകും എന്നതാണ് നിങ്ങളെപ്പോലെയുള്ളവർ പറയുന്നത്. പക്ഷെ നോക്കൂ, ഇപ്പോൾ ഈ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം പോലും നടപ്പാകാനുള്ള സാധ്യത എത്ര തുച്ഛമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നടപടിക്രമങ്ങൾ പാലിച്ചാണെങ്കിൽ അങ്ങനെ എത്ര എണ്ണത്തിനെ കൊല്ലാൻ പറ്റും? അത് ഒരു മനുഷ്യനും മുമ്പ് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാത്ത നായയെ, അല്ലെങ്കിൽ ചാവാൻ കിടക്കുന്ന നായയെ മാത്രമേ അതനുസരിച്ച് കൊല്ലാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ മുഖം രക്ഷിക്കാൻ ഒരു നിർദ്ദേശം വെച്ചു എന്നല്ലാണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നതോ അല്ലെങ്കിൽ ശാശ്വത പരിഹാരമാകുന്നതോ ആയിട്ടുള്ള ഒരു നിർദ്ദേശമോ ഒന്നുമല്ല ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇതിന് ശാശ്വത പരിഹാരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടിയാലോചിച്ച് നടപ്പാക്കാൻ പറ്റുന്ന, ഇതിന് ഏറ്റവും ഉപകാരപ്രദമായ വഴി എന്താണ്, മാർഗം എന്താണ് എന്നത് കണ്ട് ഒരു സമവായത്തിലൂടെ അത് കൃത്യമായി നടപ്പാക്കുക. ഇപ്പോൾ വന്ധ്യംകരണമാണ് നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നാണെങ്കിൽ നോക്കൂ, 1-2 മാസം വാർത്തകളാകുമ്പോൾ അത് നടക്കും, പിന്നീട് അത് നടക്കില്ല. മറുഭാഗത്ത് തെരുവ് നായകൾ കുന്നുകൂടുന്നത് നമ്മൾ കാണും. അപ്പോൾ കൃത്യമായും ഒരു നടപടിക്രമം നടപ്പാക്കി, കൃത്യമായും അത് നടപ്പാക്കി ഈ ലക്ഷ്യം കാണുന്ന പ്രവർത്തികൾ ഉണ്ടാകണം എന്നതല്ലേ. അല്ലാണ്ട് ഈ രണ്ട് വാദങ്ങൾ 2 കൂട്ടർ പറഞ്ഞ് ഒന്നും നടപ്പാകാതെ പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയല്ലേ സംസ്ഥാനത്ത് പലപ്പോഴും ഉണ്ടാകുന്നത്. രേണുക മാഡം പറയുന്നത് വളരെ നല്ല രീതിയിലൊരു ആശയം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് മുമ്പ് 2 പേരും ചർച്ച ചെയ്ത് ഡോക്ടർ കിഷോറും അതുപോലെ തന്നെ തെരുവുനായ സ്നേഹിയായ ലതാ മാഡവും ആ 2 പേരും അത്രയും സമയം കളഞ്ഞത് നമ്മുടെ നാട്ടിലെ 99% ആൾക്കാർക്കും വളരെയധികം സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാജു വാഴക്കാല സാറ് എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു, നമ്മുടെ നാട്ടിലെ വിഷയം അവതരിപ്പിച്ചു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെയുള്ള 99% ആളുകളുടെ അഭിപ്രായം ഒന്നാണ്, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ തെരുവ് പട്ടികൾ വിലസുകയാണ്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ മാഡത്തിനോട് ചോദിക്കുന്നത്, രേണുക മാഡം, ഇനി ഇതുപോലെ ചർച്ച വരുമ്പോൾ ഇവിടുത്തെ ഭരണകർത്താക്കളായ പാർട്ടികളെ, ഇപ്പോൾ SFI ഉണ്ട്, DYFI ഉണ്ട്, അതുപോലെ തന്നെ CPM ആൾക്കാരുണ്ട്, അവരൊക്കെ ഇത് വിളിച്ചൊന്ന് ഇരുത്തണം. ആ കൂട്ടത്തിൽ എൻ്റെ കൂടി ഇരുത്തണം. അപ്പോൾ ഞാൻ ചോദിച്ചു പറയാം എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. അവർ ചെയ്യേണ്ടത്, അവർ അത്ര ശക്തിയുള്ള ആൾക്കാരാ, വലിയ ശക്തിയല്ലേ DYFI SFI എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള യുവജന പ്രസ്ഥാനമാണ്. അതുപോലെ KSU, ഇവരാരും രംഗത്ത് വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഞാൻ ഇവിടെ പറയാം. ആ അജണ്ട എന്ന് പറയുന്നത്, ഇവിടെ തെരുവ് നായ്ക്കളെ വളർത്തി കഴിഞ്ഞാൽ മേനകാഗാന്ധി അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ വളർത്തി മറ്റുള്ളവരെ കടിക്കുമ്പോൾ അവരുടെ ഈ LDFിൻ്റെ UDFിൻ്റെ വോട്ട് പോകില്ല. ഇവിടെ വോട്ട് പോകുന്നത് BJPയുടെയാണ്. ഇതൊരു BJPയുടെ അജണ്ട, BJPയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. പാവം ജനങ്ങളെ ഇവർ കണക്കെടുത്തില്ലേ, എത്ര ലക്ഷം പേരെയാണ് തെരുവുനായ്ക്കൾ കടിച്ചു കയറുന്നത്. ഇവരുടെ ജീവിതം എന്താണ്? ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 3 മാലാഖ കൊച്ചുങ്ങൾ, 3 മാലാഖ കൊച്ചുങ്ങൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്താ പറയുക, പേ പിടിച്ച് ഈ പട്ടി കടിച്ചിട്ട് പേ പിടിച്ച് മരിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു കൊച്ചിനെ ഇതുപോലെ വന്നായിരിക്കും, എന്തായിരിക്കും സ്ഥിതി? ഇവർ ഈ മന്ത്രിമാരാരെങ്കിലും അല്ലെങ്കിൽ അധികാരികളാരെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടി ആരെങ്കിലും? അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ സൈലന്റ് ആവാനുള്ള കാരണം അതാണ്. നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കൂ. അത്രയ്ക്കും ഗൗരവമാണ്, ഭയാനകമാണ്. ഈ സർവകക്ഷി യോഗം വിളിച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ലതാ മാഡത്തിനെ വിളിക്കണം. അവിടെ ലതാ മാഡം വരില്ല, കാരണം വെച്ചാൽ ആൾക്കാർ കല്ലറിയാം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി വിളിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിട്ട് കേരളത്തിലെ ഈ തെരുവുനായ്ക്കളെ എന്ത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തെരുവുനായ്ക്കളെ കൊല്ലുവാൻ പാടില്ല. സുപ്രീം കോടതി വിധി അങ്ങനെയാണ്, കൊല്ലണ്ട. ദയാവാദം ചെയ്താലും ഇവരെ ഒച്ച ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വേണ്ടതാണ് ഇവരെ ഷെൽട്ടറാക്കാം. അതോടൊപ്പം തന്നെ ഡോഗ് പാർക്കുകൾ, ഇവിടെ വേണ്ട വനപ്രദേശം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇച്ഛാശക്തിയുള്ള നല്ല സമ്പന്നർ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട കൊച്ചോസിന്റെ സാറൊക്കെ എത്ര വേണമെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ വലിയ കമ്പനികൾ സ്വീകരിക്കുമോ ഒരു ഡോഗ് പാർക്ക് അവിടെ തുടങ്ങാൻ? ഞാൻ പറഞ്ഞ വീണ്ടും മനസ്സിലായില്ല. വനപ്രദേശങ്ങളിൽ വെറുതെ കിടക്കുന്ന വനപ്രദേശങ്ങളിൽ
വനപ്രദേശങ്ങളിൽ ഞാൻ പറയുന്നത്, വനപ്രദേശങ്ങളിൽ അല്ലാതെ ആൾക്കാർ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണം, മറ്റുള്ളവർക്ക് കൊണ്ടേ പാർപ്പിക്കണം. എന്തൊരു കഷ്ടം ആലോചിക്കാൻ. 1,70,000 പേരെ ഈ വർഷം തന്നെ തെരുവുനായ്ക്കൾ കടിച്ചു കയറി. എറണാകുളം ജില്ലയിൽ 9,500 പേരെ കടിച്ചു കയറി. കഴിഞ്ഞ 2001 ഇതുവരെ കണക്കെടുക്കുകയാണെങ്കിൽ എത്ര ആൾക്കാരെ ഇപ്പൊ എപ്പോൾ എനിക്ക് പേ പിടിക്കും പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ ഇതൊരു വളരെ തീരാശോഭമാണ്. നമ്മുടെ ജനങ്ങളെല്ലാവരും ഒരേ അഭിപ്രായമാണ്. വളരെ നിസ്സാര 1% ആൾക്കാരില്ല ഇതിനെതിരെ പറയാനായിട്ട്. 99% ഞങ്ങൾ സർവേ എടുത്തതല്ലേ, 99% ആളുകളും പറയുന്നത് തെരുവ് നായ്ക്കളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന പോരാ, ഇതിന് സർവകക്ഷി യോഗം വിളിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രംഗത്ത് വരട്ടെ. ഇവരൊക്കെ ഇങ്ങനെ വെറുതെ ഇപ്പോൾ ഒരു ഉന്നതതല യോഗം ചേർന്നത്. പ്രത്യേക നിയമസഭാ യോഗം ചേർന്നിട്ടില്ല. ഞാൻ ആ കാര്യത്തിന്റെ പ്രതികരണം തേടാൻ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്തായാലും സർവകക്ഷി യോഗം എന്നൊരു ആവശ്യമാണ് ജോസ് മാവേലി മുന്നോട്ട് വെക്കുന്നത്. ഡോക്ടർ കിഷോർ കുമാർ, ഇവിടെ ഇപ്പോൾ കണക്കുകൾ ഭീതിപ്പെടുത്തുന്നതാണ്. 2020 1,60,000 പേർക്കാണ് കടിയേറ്റത്. 2024 3,60,000 അത് ഉയർന്നു. 2021 11 മരണം, 2024 അത് 26, 2025 ഇതുവരെ തന്നെ അത് ഏതാണ്ട് 20 എത്തി നിൽക്കുകയാണ്, 6 മാസമാകുമ്പോൾ തന്നെ. അപ്പോൾ ഭീതിതമായി ഇത് ഉയരുകയാണ്. പലവിധ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ ഭക്ഷണം കൊടുക്കുന്ന ഇടങ്ങളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലാണല്ലോ ഇത് കൂടുതൽ വയലന്റ് ആവുക. അതൊരു സംശയമായി നിൽക്കുന്നു. മാത്രവുമല്ല അല്ല അത് വെറുതെ പറയുന്ന എയിംസിന്റെ ഭാഗമായി പറയുന്നതാണ്. അതൊന്നും ശരിയൊന്നുമല്ല. മറ്റൊന്നിപ്പോൾ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള നടപടികൾ നമുക്ക് കൃത്യമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കതിനുള്ള സംവിധാനങ്ങളില്ല. നമുക്ക് ആളുകളിൽ നിന്നുള്ള എതിർപ്പ്, മറ്റ് നടപടിക്രമങ്ങൾ, ഈ പട്ടിയെ പിടിക്കണമെങ്കിൽ അതിനുള്ള മനുഷ്യശേഷി ഇല്ല, അതിനുള്ള ആളുകളെ കിട്ടുന്നില്ല. അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് പലതും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടുന്ന സാഹചര്യം നമ്മളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ അനിമൽ പാർക്ക് പോലെ അല്ലെങ്കിൽ ഡോഗ് പാർക്ക് പോലെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നതാണോ? നമ്മൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്, നമുക്ക് ലാൻഡ് കുറവാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇനി തെരുവുനായകളെ കൂടി അധിവസിപ്പിക്കാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തുക എന്നത് നമ്മളെ സംബന്ധിച്ച് സാധ്യമാകുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. ഡോഗ് പാർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇത് പലപ്പോഴും ആൾക്കാർ എപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്, ആ ചർച്ച അവിടെ തന്നെ നിൽക്കുകയാണ്. 10 വർഷമായിട്ട് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഡോഗ് പാർക്കുകളിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡോഗിനെ പിടിക്കണം, വർഷങ്ങളോളം എടുത്ത് ഇതുങ്ങളെ അവിടെ എത്തിക്കണം. അവിടെ എത്തിച്ചിട്ടാണ് നമ്മൾ ഡോഗ് പാർക്ക് ഇടുക. കൊച്ചിയിൽ എത്ര ഡോഗ് ഉണ്ട്? 10,000 ഡോഗ് ഉണ്ട്. എത്ര വർഷം എടുക്കും ഇവരെ ഷെൽട്ടറിൽ എത്തിക്കാൻ വേണ്ടി? മിനിമം 3-4 വർഷം. അതുകൊണ്ട് കൊച്ചിയിലെ പോപ്പുലേഷൻ വീണ്ടും താങ്കൾക്ക് നമ്പരൊന്നും അറിയത്തില്ല. കേരളത്തിൽ ആരും സെൻസസും എടുത്തിട്ടില്ല. അതുകൊണ്ട് അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളിവിടെ ഓരോ ദിവസവും സർവേ എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാവുന്നേ ഒരു പഞ്ചായത്തിൽ തന്നെ നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്കറിയില്ല. എവിടെ നോക്കിയാലും തെരുവുനായ്ക്കളില്ല ഡോക്ടറെ. എവിടെ നോക്കിയാലും ഡോക്ടറെ സംസ്ഥാനത്താകെ 2.5 ലക്ഷം തെരുവുനായ്ക്കൾ എന്നതാണ് നമുക്ക് നമ്മുടെ മുന്നിൽ പല ലേഖനങ്ങളിലും ഒക്കെ വായിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം തെരുവുനായ്ക്കൾ എന്ന കണക്കാണ്. അറിയില്ല. ഡോക്ടറെ ചെറുപ്പക്കാരനല്ലേ, ഒരു മനുഷ്യർക്ക് ജീവിക്കണ്ടേ ഡോക്ടറെ? ഡോക്ടർ ചെറുപ്പക്കാരനല്ലേ, ഒരു മനുഷ്യർക്ക് ജീവിക്കണ്ടേ? നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. 90 ഞാനും. തെരുവില് ഡോഗ്സിനെ പാടില്ല, അത് തന്നെയാണ് എന്റെയും ഇത്. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനകത്ത് നിങ്ങൾ പറയുന്ന പല ഇതും വർഷങ്ങളായി ത്രോ ചെയ്യുന്നു എന്നല്ലാതെ ഒന്നും പ്രായോഗികമല്ല എന്നുള്ളത് മാത്രമേ. വിദേശ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ എവിടെയാ ഇപ്പൊ ലതാ മേഡം പറഞ്ഞു ചൈനയിലുണ്ട്, പാകിസ്ഥാനുണ്ട്. അത് ശരിയാ. ചൈനയിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെ ഒന്നും തെരുവായികളില്ല. ഞാനിപ്പം താമസിക്കുന്നത് കാനഡയിലാണ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ അവർ വ്യത്യാസമുള്ള ഒരു ജോഗ്രഫി അവിടെ ഉണ്ടോ? അവിടെ തെരുവുപട്ടികളുണ്ടോ? ഡോക്ടർ പറഞ്ഞേ, അവിടെ തെരുവുപട്ടികളുണ്ടോ? അവിടെ തെരുവുപട്ടികൾ കാണാൻ പറ്റുമോ? അവിടുത്തെ ആൾക്കാർ ആഹാരം വലിച്ചെറിയില്ല. അവിടുത്തെ ആൾക്കാർ ആഹാരം വലിച്ചെറിയില്ല. ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ. അവിടെ തെരുവുപട്ടികൾ ഉണ്ടോ? അവിടെ തെരുവുപട്ടികൾ ഉണ്ടോ? വെറുതെ ഇങ്ങനെ കിടന്ന് നിങ്ങൾ ഉടക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല.
ഇതിനകത്ത് വളരെ വ്യക്തമായ കണക്കുണ്ട്. പറയും സ്ട്രേ ഡോഗ് വേഴ്സസ് ഡൊമസ്റ്റിക് ഡോഗ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആണെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലാണെങ്കിലും SOR-D എന്ന് അവർ മാർക്ക് ചെയ്യുന്നുണ്ട്. 2015 ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത ഒരു ഇതുണ്ട്. അതിനകത്ത് 76% കടി കിട്ടുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സിൽ നിന്നാണ്, 24% കടി കിട്ടുന്നത് സ്ട്രേ ഡോഗ്സിൽ നിന്നാണ്. ഞാൻ ഉറപ്പ് പറയാം, സ്ട്രേ ഡോഗ്സിലെ കടി ഭയങ്കര ഭീകരമാണ്, അത് ഭയങ്കര പ്രശ്നമുള്ള കടിയാണ്. ഈ പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം ഗ്രാവിറ്റി ഉള്ള ഒരു ഇഷ്യൂ ആണ്. രണ്ടാമതൊരു ഇത് പറയുകയുണ്ടായി, ഫുഡ് ഇല്ലാത്തയിടത്ത് ഡോഗ് കൂടുതൽ അക്രമകാരികളാകുമെന്ന്. അങ്ങനെയൊന്നും ഒരു സ്റ്റഡീസ് എവിടെയും പറഞ്ഞിട്ടില്ല. ഡോഗ് ഇല്ല. നിങ്ങൾ ഒരു ക്ലീൻ ആയിട്ടുള്ള പ്രദേശത്ത് നോക്കിയോളൂ, അവിടെ സ്ട്രേ ഡോഗ് വരില്ല. അവരെങ്ങനെ താമസിക്കും അവിടെ? അവരവിടെ പാസ് ചെയ്ത് പോവായിരിക്കും, നടന്നു പോവായിരിക്കും. ഇതിൽ രണ്ട് കാര്യം ഡോക്ടർ കിഷോർ, ഒരു കാര്യം, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അതിനെ ഭക്ഷണം കിട്ടാതെയുള്ള മരണത്തിലേക്ക് തള്ളിവിടണം എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു സംശയം. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. കഴിഞ്ഞ തവണ ആനിമൽ ആക്ടിവിസ്റ്റുകാരെല്ലാം കൂടെ എന്റെ സോഷ്യൽ മീഡിയ കയറി എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിച്ചാണ്. ആയിക്കോട്ടെ, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സീറോ വേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് അതിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്ത് വെച്ചുകൂടാ? ജോസ് മാവേലി അദ്ദേഹം പറയുന്നുണ്ട്, വിദേശ രാജ്യങ്ങളെ കൂടെ പറയുന്നുണ്ട്, ഞാനിപ്പോ താമസിക്കുന്നത് കാനഡയിലാണ്, വേസ്റ്റ് കിട്ടത്തില്ല ഒരു ഡോഗിനും പുറത്ത്, പിന്നെ എങ്ങനെ അവർ താമസിക്കും, എങ്ങനെ അവർ ജീവിക്കും? ഇത് നമ്മൾ പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നാളെ കേരളത്തിലെ മാലിന്യം പറ്റുമോ? അത് നല്ല കാര്യമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞതിന് മുമ്പ് വേസ്റ്റ് എറിയുന്നത് നിർത്തുമെന്ന് പറയൂ. മനസ്സിലായില്ലേ? ഈ ഇപ്പോൾ ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രത്യേക റൂൾസ് ഉണ്ട്, അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ട്, വലിയ പിഴ ഈടാക്കുന്നുണ്ട്, സ്വന്തം പുരയിടത്തിൽ പോലും വേസ്റ്റ് ഇടുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ഈ ഫുഡ് വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും അതൊക്കെ കർശനമായി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. നമുക്ക് റോഡ് സൈഡുകളിൽ തന്നെ പലയിടത്തും ഭക്ഷണം അങ്ങനെ ആ രീതിയിൽ ഉപേക്ഷിക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രീറ്റിൽ താമസിക്കേണ്ട ഒരു ജീവി അല്ല ഡോഗ്സ്. ഒരിക്കലും സ്ട്രീറ്റിൽ ജീവിക്കേണ്ട ഒരു ജീവി അല്ല. ക്രമേണ ഈ തെരുവുനായ പ്രശ്നം കുറച്ച് ഡോഗ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടെ കമ്പാനിയനായിട്ട് ജീവിക്കേണ്ട ഒരു ആനിമൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ ഭരിക്കുന്ന ഓരോ കുട്ടികളുടെയും ജീവന് നമ്മൾ റെസ്പോൺസിബിളും ആണ്. ഞാനടക്കം റെസ്പോൺസിബിൾ ആണ്, അതിനകത്ത് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ആദ്യം നമ്മൾ ചുവട് വെക്കും. നമ്മൾ 10 വർഷം മുമ്പോട്ട് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട്. ശ്രീമതി ലത, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ലത, ഇവിടെ ഇപ്പോ നേരത്തെ ഒരു തർക്കം വന്നത് ഇത് കൺകറന്റ് ലിസ്റ്റ് ആണ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തർക്കം ഉണ്ടായത് താങ്കൾ ശ്രദ്ധിക്കും. മന്ത്രിയും IAS ഓഫീസറും തമ്മിലുള്ള തർക്കം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോഴും ഇതിൽ നിലപാടെടുക്കേണ്ടത് ആരാണ്, നടപടി എടുക്കേണ്ടത് ആരാണ് എന്ന തരത്തിലൊക്കെയുള്ള തർക്കമുണ്ട്. ഇതിപ്പോൾ വല്ലാത്ത രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും നടപടികൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയാണ്. ഇതൊരു പ്രശ്നമാണ്, ഇത് അഡ്രസ്സ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ഉള്ള നിലപാടുകളിലും നടപടികളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സഹകരിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമില്ലേ? കാരണം ഈ തെരുവുകളിൽ കടികൊണ്ട് വീഴുന്നത് നമ്മളുടെയൊക്കെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ ഈ എന്താ പറയുക, ദയാവധ മിഷനോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഡ്രൈവോ അതുപോലെ എന്തെങ്കിലും സഹകരിക്കണം. വന്ധ്യംകരണം കൊണ്ടുവന്നാൽ അവിടെ നിങ്ങൾ ഉടക്കിടും. ഇപ്പോ ദയാവധം നോക്കൂ, ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യും ഇത് എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നും നടപ്പാക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അധികൃതർ ഇരിക്കുമ്പോൾ ഇവിടെ പെറ്റുപെരുകുന്ന നായകൾ ഓരോ ജീവനും വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, 2020 ഇരട്ടിയായി ഈ 6 മാസത്തിനിടയിൽ മരണവും കടിയേറ്റവരുടെ എണ്ണവും. അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. വന്ധ്യംകരണം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ? പ്രോപ്പറായിട്ട് ചെയ്യാത്തപ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തതിനെ ഒന്നിനെ ഇതുവരെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തന്നെ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ നായ്ക്കളെ കൊണ്ടുവരും. അവർ ഫീഡ് ചെയ്യുന്ന നായ്ക്കളെ അവർ തന്നെ പലപ്പോഴും കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെയാണ് വന്ധ്യംകരണം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ABCക്ക് എന്ത് സപ്പോർട്ടും നമ്മൾ ചെയ്യാറുണ്ട് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ കുറച്ച് നാൾ കുടുംബശ്രീ ഇപ്പോൾ ഡോക്ടർ ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഭക്ഷണം
എത്തരുത് എന്നതാണ്. നിങ്ങൾ കുറെ പേരാണ് അതുങ്ങൾക്ക് ഭക്ഷണം അതുങ്ങൾ ഉള്ള സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. അതെ, കുറേ പേര് ഫീഡ് ചെയ്യുന്നുണ്ട്. ആ ഫീഡ് ചെയ്യുന്നവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫീഡിംഗ് ആണ് ചെയ്യുന്നത്. ആ ഫീഡ് ചെയ്യുന്നവർ തന്നെ അതിനെ വാക്സിനേറ്റ് ചെയ്യുകയും എന്താ പറയുക വന്ധ്യംകരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മിക്കവരും. വളരെ പാവപ്പെട്ട ആൾക്കാരാണ് ഫീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് വളരെ നോട്ടബിൾ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ കാറിലൊന്നും വന്ന് ഫീഡ് ചെയ്യുന്നതല്ല. നമ്മുടെ കേരളത്തിൽ സാധാരണ ജോലികൾ വീട്ടുജോലിക്ക് നിൽക്കുന്നവർ വരെ ഫീഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു കാര്യത്തിൽ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർ ആരുടെടുത്തെങ്കിലും പൈസ വാങ്ങിച്ചെങ്കിലും മിക്കവരും പട്ടികളെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്. കാരണം അതിന് കുഞ്ഞുങ്ങളുണ്ടായാൽ അതിൻ്റെ സഫറിങ്ങും കൂടെ അവർക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. നമ്മളും പറയുന്നതും ഈ ഡോഗ്സ് ഒരു കമ്പാനിയൻ ആനിമൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ കോർപ്പറേഷൻ്റെയും നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പല നിയമങ്ങളും ഈ നായ്ക്കളെ നമ്മൾ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ എടുത്ത് വളർത്തുന്നതിൽ എപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഫീഡ് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കോർപ്പറേഷൻ പറയുന്നത് 2 ഡോഗ്സിൽ കൂടുതൽ നിങ്ങൾ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സജഷൻസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ തെരുവ് നായ്ക്കളെ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തുന്നവർക്ക് സ്മോൾ ഷെൽട്ടർ ലൈസൻസ് കൊടുത്തിട്ട് അവർക്ക് കുറച്ച് ഇളവുകൾ ചെയ്തു കൊടുക്കുക. അവർ ആ നായ്ക്കളെ പുറത്തു പോകാതെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഈ നായ്ക്കളെ തെരുവിൽ നിന്ന് മാറ്റുന്നതിന് നമ്മൾ അഡോപ്ഷൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ തെരുവ് നായ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്ത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ അഡോപ്ഷൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ ഷെൽട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ നായ്ക്കളെ എടുത്ത് ഷെൽട്ടറിൽ ഇടണം എന്നല്ല പറയുന്നത്. ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതായത് കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ച ശേഷം ഈ കുഞ്ഞുങ്ങളെ അഡോപ്ഷന് കൊടുക്കുക, അമ്മമാരെ വന്ധ്യംകരണം ചെയ്ത് തിരിച്ച് അതേ പ്രദേശത്ത് വിടുക. അങ്ങനെ ഒരു സൈക്കിൾ കുറെ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ നമ്പേഴ്സ് കുറഞ്ഞു വരും, ഉറപ്പാണ്. ശരി, അത് കുറച്ചു പേർ മാത്രം ചെയ്യുന്നതാണ്. ഇതിനൊരു കൃത്യമായ മാർഗം കണ്ടെത്തി അതിന്റെ തുടർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫലം കാണുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുപേർ മനസ്സുള്ളവർ മാത്രം ചെയ്താൽ പോരാ, അതിനൊരു സംവിധാനം ഉണ്ടാകണം എന്നതാണ് വളരെ പ്രധാനം. ശ്രീ രാജു വാഴക്കാല, ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചല്ലോ, താങ്കൾക്ക് കിട്ടിയ കണക്കുകളിലും സ്പെസിഫിക് ആയിട്ട് എത്ര തെരുവ് നായ കടിച്ച കേസുകൾ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡോഗ്സ് കടിച്ച കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കോഴിക്കോട്ടെ ഒരു കണക്ക് മാത്രം നോക്കിയാൽ 5 മാസത്തിനിടയിൽ 7208 പേർക്ക് കടിയേറ്റു. അതിൽ 4730 വളർത്തുനായയുടെ കടിയേറ്റതാണ്. 2470 പേരെ തെരുവുനായ കടിച്ചു. ഞാനൊരു പട്ടിയെ വളർത്തുന്നുണ്ട്. എൻ്റെ മകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് കടിക്കും. ഞാൻ കൊണ്ടുപോയി വാക്സിൻ എടുക്കും. അപ്പോൾ അതും ഈ വാക്സിനേഷൻ്റെ കണക്കെടുത്താൽ നായ കടിച്ച എണ്ണത്തിൽ വരും. പക്ഷേ അത് വളരെ നമ്മൾ സേഫ് ആയിരിക്കാൻ വേണ്ടി മാത്രം എടുത്തണം. അപ്പോൾ ഈ കണക്കുകൾ അത്രമാത്രം ആശങ്കപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ തന്നെ, അത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇത്. അതിൽ വളർത്തുനായകൾ കോവിഡ് കാലത്ത് എത്ര വീടുകളിൽ പെറ്റ്സിനെ വാങ്ങിയിട്ടുണ്ട്, അവർ എത്ര എണ്ണം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതൊരു കണക്കാണ്. കോവിഡിന് ശേഷമാണ് ഈ സംഭവം ഈ രീതിയിലൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. അറിഞ്ഞും അറിയാതെയും ഈ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നവർ പോലും അതിനൊക്കെ ഭാഗഭാക്കാവുകയും ചെയ്യുന്നുണ്ട്. രേണുക, നമ്മള് വന്ധീകരണത്തിന്റെ വാക്സിനേഷന്റെ ഒക്കെ കണക്കുകൾ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുള്ളത്, സംസ്ഥാനത്ത് ആകെ 16 ABC സെന്ററുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സർക്കാർ തന്നെ കണക്കാണ്. അതില് 4 ജില്ലയിൽ ഒരു ABC സെന്ററുകളും ഇല്ല. അവിടെയൊക്കെ പ്രവർത്തനം തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ. അതായത് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ABC സെന്ററുകളില്ല. അപ്പൊ എനിക്കൊരു നിർദ്ദേശമൊക്കെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന ABC സെന്ററുകൾ വരണം. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ മറ്റ് ഇങ്ങനെ സഞ്ചരിക്കുന്ന ABC സെന്ററുകൾ ഉണ്ടെന്ന് ഇപ്പോ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കൂടെ കാണുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പൊ എറണാകുളം ജില്ലയിൽ 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണത്തിൽ എത്ര വന്ധീകരണം നടത്താൻ അതിന്റെ കണക്കുകൾ എനിക്ക് സമയം നിങ്ങൾ തരാത്തത് കൊണ്ടാണ്. എന്റെ കയ്യിലുണ്ട്. ഈ വിദഗ്ധ ഡോക്ടർമാർ വേണം. വന്ധ്യംകരണത്തിന് ശേഷം അതിന് പരിചരണം നൽകണം, മറ്റ് സംരക്ഷണങ്ങളൊക്കെ നൽകണം. ഏതാണ്ട് 10,000 രൂപ ചെലവാണ് സർക്കാരിന് ഓരോ കേസിനും. അല്ല, അത് തന്നെ പറഞ്ഞു. സർക്കാർ ആ ഒരു നിയമം മാറ്റിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറെ കൂടി ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഈ തെരുവുനായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. വന്യജീവി ആക്രമണം കേരളത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ കേരളം മുഴുവനും ആ പ്രദേശത്ത് പോകുന്നില്ലേ? അതിനേക്കാൾ ഭീകരമാണ്, സാമൂഹ്യ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ രേണു, ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു
ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഒരു സാമൂഹികമായും സാമ്പത്തികമായിട്ട് മേലിൽ ജീവിക്കുന്ന ആരെങ്കിലും പട്ടികടിച്ചിട്ടുണ്ടോ, മരണപ്പെട്ടിട്ടുണ്ടോ? ഈ കടിക്കുന്നതെല്ലാം സാധാരണക്കാരാണ്. ഈ ചർച്ചയിൽ ഇരിക്കുന്ന മൃഗസ്നേഹികൾ ഉൾപ്പെടെ ഒന്ന് വെളുപ്പാൻ കാലത്ത് റോട്ടിൽ കൂടി നടക്കാനിറങ്ങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രം ഇടുന്ന കുട്ടികളെ കാണും, പാൽ വിതരണം ചെയ്യുന്നവരെ, വെളുപ്പിന് നടക്കാൻ പോകുന്നവരെ, ഇരുചക്ര വാഹനത്തിൽ. ഇപ്പോ ഞാനൊക്കെ കൊച്ചിയിലെ മെട്രോ ഇൻഫോ പാർക്കിംഗ് സൈഡിൽ താമസിക്കുന്ന, ഇവിടെയൊക്കെ ഇൻഫോ പാർക്കിൽ അവർ ജോലി കഴിഞ്ഞ് രാത്രി 12 മണിക്കും 2 മണിക്കുമാണ് അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ബൈക്കിൽ. എത്ര പേരാണ് ഇങ്ങനെ ബൈക്കിന് കുറുകെ ചാടി, ഈ പട്ടി കുറുകെ ചാടി ഞങ്ങൾ തന്നെ എത്രയോ പേരെ ഞങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാമൂഹിക പ്രശ്നം പലരും തിയറിയെ പറയുന്നുള്ളൂ, പ്രാക്ടിക്കൽ പറയുന്നില്ല. ഇതിൽ അപകടം പറ്റി മരണപ്പെടുന്ന സാധാരണക്കാരൻ, അവന്റെ കുടുംബമാണ് നഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും ചെറിയൊരു നക്കാപ്പിച്ച നിങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണതല്ല ഒരു വിഷയം. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട കുടുംബം അതോടുകൂടി നഷ്ടപ്പെടുന്നു, അവരുടെ ജീവിതം പോകുന്നു. പരിക്ക് പറ്റി വിവക്ഷമായി കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആ പേവിഷബാധയേറ്റ് മരണപ്പെടുന്നതിന്റെ ആ വീഡിയോ ഇവരൊക്കെ ഒന്ന് കാണണം, ഞാൻ അയച്ചു തരാം. ഇതൊന്നും ഇല്ലാതെ തിയറി പറഞ്ഞുകൊണ്ട് ഇവർ ഇരിക്കുകയാണ്. ഇപ്പൊ ABC സെന്ററുകൾ 16 എണ്ണമുള്ളൂ കേരളത്തിൽ, 4 ജില്ലയിൽ ഇല്ലാന്ന് പറഞ്ഞു. ഇത് സർക്കാരിന്റെ കണക്കുകളാണ്. അപ്പൊ സഞ്ചരിക്കുന്ന ഒരു ABC സെന്റർ തുടങ്ങണം. ഈ സംസ്ഥാനത്ത് ഇപ്പൊ ഈ കോവിഡിന് ശേഷം എല്ലാവരും പ്രത്യേകിച്ച് മാർക്കറ്റിന് സമീപത്താണ് ഏറ്റവും കൂടുതൽ ഈ തെരുവ് നായകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വേസ്റ്റുകളെല്ലാം ഡംപ് ചെയ്തുകൊണ്ട് ഈ പട്ടി തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൃത്യമായിട്ട് മാംസത്തിന്റെ തീർച്ചയായും ആളുകൾ കൊണ്ട് ഉപേക്ഷിക്കുന്നവയും ഉണ്ട്. ഡോക്ടർ കിഷോർ, നമുക്ക് അവസാനിപ്പിക്കാം, സമയം കുറവായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഡോക്ടർ കിഷോർ, ഇവിടെ ഇപ്പോ നെതർലൻഡ്സ് എങ്ങനെയാണ് ഈ തെരുവുനായ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ തെരുവുനായകൾ ഇല്ലാത്ത നാടായി മാറിയത് എന്ന് നോക്കുമ്പോൾ അവർ ഏതാണ്ട് 200 വർഷം എടുത്തു അങ്ങനെ ഒരു ഡ്രൈവ് നടത്തി അവിടേക്ക് എത്താൻ. നായകൾക്ക് നികുതി ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് ദത്ത് നൽകൽ, ഈ തെരുവുകളിൽ നായകൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ, അവയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ, അങ്ങനെ ഒരു കൂട്ടം നടപടികൾ കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടാണ് അവർ ആ നേട്ടം കൈവരിച്ചത്. അതിന് 200 വർഷം എടുത്തു എന്നൊരു റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ പ്രശ്നം തീരാൻ ഇനിയും എത്ര നാളെടുക്കും? ഇപ്പോഴും നമ്മൾ ശരിയാവണ്ണം ഒരു നടപടികളിലേക്കും കടക്കുന്നില്ല എന്ന് വന്നാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ടാഞ്ചിബിൾ അല്ല. എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഇപ്പൊ നമ്മൾ റോഡ് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഓക്കെ ഉണ്ടായി അതെന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ക്രെഡിറ്റ് ആണ്, എല്ലാവരും സന്തോഷം. പക്ഷെ തെരുവുനായ വിഷയത്തിനകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്, അതായത് ABC എന്ന് പറയുന്നതുകൊണ്ട് മാത്രമൊന്നും തെരുവുനായ തീരത്തൊന്നുമില്ല. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ഡോഗ് ഓണർഷിപ്പ്, മൈക്രോചിപ്പ് ഇത് ചെയ്ത് ഒരാൾക്കും പെനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഇത് വരണം. ഗവൺമെന്റിന് റവന്യൂ കിട്ടും, അത്രയും നല്ലതാണ്. ഞങ്ങൾ പ്രപ്പോസ് ചെയ്താണ്. ഇതൊക്കെ പ്രയോറിറ്റി കുറവാണ് ഗവൺമെന്റിന് ശരിക്കും നോക്കുമ്പോൾ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ്, കംപ്ലീറ്റ്ലി LSCD മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന മരിച്ച ആൾക്കാരോട് എല്ലാ റെസ്പെക്റ്റോടും കൂടി, അവരെന്ന് പറയുന്നത് എനിക്ക് അത്രയധികം ബുദ്ധിമുട്ട്. കാരണം ഇതിനകത്ത് ഓരോ തവണ ഇത് പറയുമ്പോഴും ആ ഓരോ ആൾക്കാരുടെയും ഇതെന്ന് പറഞ്ഞാൽ എത്ര മോശമായിട്ടുള്ള ആ ഒരു ഡെത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അത്ര റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ എത്ര അഗ്രസീവായി അപ്രോച്ച് ചെയ്താലും, രഘുനാഥ് പലപ്പോഴും പറയേണ്ടായി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് കുറവാണ്. ഇറ്റ് വുഡ് ടേക്ക് അറ്റ്ലീസ്റ്റ് 50 to, അല്ലാതെ നാളെ ഇത് ഇറങ്ങി ശരിയാക്കാമെന്ന് പറഞ്ഞ ആരുടെയും വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ശരിയായ വാഗ്ദാനങ്ങളെ അല്ല, നടക്കത്തുമില്ല. ശരി, എന്തായാലും ഒരുപാട് സമയമെടുത്തേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗം കൃത്യമായ നടപടികളിലേക്ക് കടക്കണം, അതിന് തുടർച്ചയുണ്ടാകണം. വാർത്തകളിൽ നിറയുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ പോരാ, തുടർച്ചയുള്ള കൃത്യമായ പഠനത്തിലൂടെ കണ്ടെത്തിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന നടപടികളാണ് നമുക്ക് ആവശ്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.